ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പറേഷൻ റിലേറ്റഡ് ആയിട്ട് ലാസ്റ്റ് ഒരു പ്രോബ്ലം കൂടെ നമുക്ക് നോക്കാം. അത് സ്റ്റോക്ക് ആൻഡ് ഡെറ്റ് സിസ്റ്റത്തിലെ തന്നെയാണ്. അപ്പോൾ അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോർട്ടേജ് ഓഫ് സ്റ്റോക്ക് അല്ലെങ്കിൽ സർപ്ലസ് ഓഫ് സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അത് വരുന്ന സമയത്ത് എങ്ങനെ ട്രീറ്റ് ചെയ്യും എന്നുള്ളത് മാത്രമേ ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടതുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ നോക്കുക. മാധവ് ഇൻഡസ്ട്രീസ് ബാംഗ്ലൂർ ഹാസ് എ ബ്രാഞ്ച് അറ്റ് കൊച്ചിൻ ടു വിച്ച് goods are invoiced at cost plus 25%. The branch makes sales both for cash and on credit. Branch expenses are paid directly from head office and the branch remit all cash to head office. From the following information, prepare the necessary ledger accounts in the head office books as per the stock and debtor system. ഓക്കെ, അതെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സിസ്റ്റത്തിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ goods received from head office at invoice price 60,000 എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഡ്സ് റിസീവ്ഡ് ഫ്രം ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് തന്നെയാണ്. ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് അയച്ചിരിക്കുന്ന എമൗണ്ട് അത് നമ്മളിവിടെ കാണിക്കും. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 60,000 ഡെബിറ്റ് സൈഡ് കാണിക്കണം സ്റ്റോക്ക് അക്കൗണ്ടിൽ. അടുത്തത് റിട്ടേൺ ടു ഹെഡ് ഓഫീസ് 1,200. റിട്ടേൺ ടു ഹെഡ് ഓഫീസ് 1,200. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ട് റിട്ടേൺഡ് പറഞ്ഞിട്ട് നമ്മൾ ബ്രാക്കറ്റിൽ കാണിക്കുക 1,200. നെക്സ്റ്റ് സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് അറ്റ് ഇൻവോയ്സ് പ്രൈസ് 1/1/2024 വിച്ച് മീൻസ് ഓപ്പണിംഗ് സ്റ്റോക്ക് 6,000. ഓപ്പണിംഗ് സ്റ്റോക്ക് 6,000 ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കണം ഓപ്പണിംഗ് വാല്യൂ ഓഫ് സ്റ്റോക്ക്. ദെൻ ക്യാഷ് സെയിൽസ്, ക്രെഡിറ്റ് സെയിൽസ്. ക്യാഷ് സെയിൽസ് ആണെങ്കിലും ക്രെഡിറ്റ് സെയിൽസ് ആണെങ്കിലും സ്റ്റോക്കിൻ്റെ എമൗണ്ട് കുറയും. അപ്പോൾ അത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു സ്റ്റോക്ക് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ബ്രാഞ്ച് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ക്യാഷ് സെയിൽസിൻ്റെ എമൗണ്ടും ബ്രാഞ്ച് ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രെഡിറ്റ് സെയിൽസിൻ്റെ എമൗണ്ട് നമ്മൾ കാണിക്കാം. ദെൻ ബ്രാഞ്ച് ഡെറ്റേഴ്സ് ബാലൻസ് ഓൺ 1/1/2024 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡെറ്റേഴ്സിൻ്റെ അക്കൗണ്ടിൽ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് 7,200 കാണിക്കണം. ഓക്കെ, പിന്നെ ക്യാഷ് കളക്റ്റഡ് ഫ്രം ഡെറ്റേഴ്സ് 32,000. അത് നമ്മളിവിടെ കാണിക്കണം ഡെറ്റേഴ്സിൻ്റെ അക്കൗണ്ടിൽ തന്നെ. ക്യാഷ് കളക്റ്റഡ് അല്ലെങ്കിൽ ക്യാഷ് റിസീവ്ഡ് 32,000. അടുത്തത് ഡിസ്കൗണ്ട് അലൗഡ് ടു ഡെറ്റേഴ്സ്, ബാഡ് ഡെപ്റ്റ്. ഇത് രണ്ടും ഡെറ്റേഴ്സിൻ്റെ അക്കൗണ്ടിൽ കാണിക്കണം. ഡിസ്കൗണ്ട് അലൗഡ് അതുപോലെ ബാഡ് ഡെപ്റ്റ് രണ്ടും ബ്രാഞ്ച് എക്സ്പെൻസ് എന്നുള്ള ഹെഡിലാണ് കാണിക്കേണ്ടത്. കാരണം ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിൽ നമ്മൾ ഈ രണ്ട് എമൗണ്ടും കാണിക്കണം. ബാഡ് ഡെറ്റ് ആണെങ്കിലും ഡിസ്കൗണ്ട് ആണെങ്കിലും. എന്നിട്ട് നമ്മളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ഗുഡ്സ് റിട്ടേൺഡ് ബൈ ഡെറ്റേഴ്സ് ടു ബ്രാഞ്ച് ആണ്. അതായത് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഡെറ്റേഴ്സ് തിരിച്ചയച്ചിരിക്കുന്ന വിച്ച് മീൻസ് സെയിൽസ് റിട്ടേൺ അല്ലെങ്കിൽ സെയിൽസ് ഇൻവോർഡ് ആണ് 800. സെയിൽസ് റിട്ടേൺ ആവുന്ന സമയത്ത് നമ്മളെ സ്റ്റോക്കിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സ്റ്റോക്കിൻ്റെ അളവ് കൂടുന്നുണ്ട്. സെയിൽസ് റിട്ടേൺ വരുന്ന സമയത്ത് സ്റ്റോക്കിൻ്റെ അളവ് കൂടും. അപ്പോൾ അത് നമ്മൾ ബ്രാഞ്ച് ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് സ്റ്റോക്കിൻ്റെ അക്കൗണ്ടിലും കാണിക്കണം. അതുപോലെ ഡെപ്റ്റേഴ്സിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടും കാണിക്കണം. കാരണം സെയിൽസ് റിട്ടേൺ ആവുന്ന സമയത്ത് ഡെറ്റേഴ്സിൻ്റെ അളവ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡെറ്റേഴ്സിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലും സ്റ്റോക്ക് അക്കൗണ്ടിൽ കൂടുകയാണ്, സ്റ്റോക്കിൻ്റെ അളവ് കൂടുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് സ്റ്റോക്ക് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. ദെൻ റെൻറ്റ്, റേറ്റ്, ടാക്സ് ഇതൊക്കെ ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിൽ വരേണ്ട ഐറ്റമാണ്. ബ്രാഞ്ച് ഓഫീസ് എക്സ്പെൻസ് അതും ബ്രാഞ്ച് എക്സ്പെൻസിൽ വരുന്നതാണ്. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ 12,000. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ 12,000. ഓക്കെ, ഇപ്പോൾ സ്റ്റോക്ക് അക്കൗണ്ട് ആകുന്ന സമയത്ത് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ, അതായത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് സ്റ്റോക്ക്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, സെയിൽസ് റിട്ടേൺ,
ക്രെഡിറ്റ് സൈഡ് ആണെങ്കിൽ ക്യാഷ് സെയിൽസ്, ക്രെഡിറ്റ് സെയിൽസ്, ഗുഡ്സ് റിട്ടേൺഡ് ടു ഹെഡ് ഓഫീസ്, അതുപോലെ ക്ലോസിംഗ് ബാലൻസ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ഇവിടെ ടോട്ടൽ ചെയ്യുമ്പോൾ 69,200 ആണ് കിട്ടുന്നത്. എന്നാൽ ഈ സൈഡിൽ നമുക്ക് ബാലൻസ് വരുന്നുണ്ട്. ഈ ബാലൻസ് നമ്മൾ സർപ്ലസ് ഓഫ് സ്റ്റോക്കായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഇല്ലാതെ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്. ബാലൻസ് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ നമുക്ക് ക്രെഡിറ്റ് സൈഡാണ് ബാലൻസ് വരുന്നതെങ്കിലും ഡെബിറ്റ് സൈഡ് ആണെങ്കിലും അതിന് നമ്മൾ സർപ്ലസോ അല്ലെങ്കിൽ ഷോർട്ടേജോ സ്റ്റോക്കോ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് ഡെബിറ്റ് സൈഡാണ് ബാലൻസ് കിട്ടുന്നതെങ്കിൽ അതിന് നമ്മൾ സർപ്ലസ് ഓഫ് സ്റ്റോക്ക് എന്ന് പറയും. ക്രെഡിറ്റ് സൈഡാണ് ബാലൻസ് കിട്ടുന്നതെങ്കിൽ അതിനെ ഷോർട്ടേജ് ഓഫ് സ്റ്റോക്ക് എന്നും പറയും. ഓക്കെ, ഇനി അടുത്തത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ തന്നെ ഈ ഓപ്പണിംഗ് ബാലൻസ് 6,000-ൻ്റെ, അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വാല്യൂ നമ്മൾ കാണിക്കുക. 6,000 × 25/125 സ്റ്റോക്ക് റിസർവിൽ കാണിക്കുക. അതുപോലെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 60,000 ഉണ്ട്. അതിൻ്റെ ലോട്ട് പ്രൈസ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കാണിക്കുക. 60,000 × 25/125. പിന്നെ സർപ്ലസ് ഓഫ് സ്റ്റോക്ക് ഇവിടെ തന്നിട്ടുണ്ട് 2,400. അതിൻ്റെയും നമ്മൾ സർപ്ലസ് ഓഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ലോട്ട് പ്രൈസ് മാത്രമായിട്ട് കാണിക്കുക. ഇനി ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് തന്നിരിക്കുന്ന ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ടുകൊണ്ട് റിട്ടേൺ എമൗണ്ട് തന്നിട്ടുണ്ട് 1,200. ആ 1,200-ൻ്റെ എത്രയാണ് അതിൻ്റെ ലോട്ട് പ്രൈസ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ കാണിക്കുക ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറയുന്ന അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് തന്നെ. അതുപോലെ ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട് 12,000. അത് നമ്മൾ സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞുകൊണ്ട് 12,000 × 25/125 ചെയ്യാം. ഓക്കെ, ഈ 5 കാര്യങ്ങൾക്കായിരിക്കും നമുക്കിതിൽ ചെയ്യാനുള്ളത്. കഴിഞ്ഞ പ്രോബ്ലത്തിലുള്ളതുപോലെ ഡിഫക്റ്റീവ് ഗുഡ്സൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും ലോട്ട് പ്രൈസ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ കാണിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇനി ബാലൻസ് ചെയ്യുന്ന സമയത്ത് 11,040 നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ട് കിട്ടുന്നുണ്ട്. ഇനി അടുത്ത അക്കൗണ്ട് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓപ്പണിംഗ് ബാലൻസും ക്രെഡിറ്റ് സെയിൽസ് നമ്മൾ കാണിക്കുക ഡെബിറ്റ് സൈഡിൽ. അതുപോലെ ക്യാഷ് കളക്റ്റഡ് ഫ്രം ഡെറ്റേഴ്സ് അല്ലെങ്കിൽ ക്യാഷ് പെയ്ഡ് ബൈ ഡെറ്റേഴ്സ്, അതുപോലെ സെയിൽസ് റിട്ടേൺഡ് എമൗണ്ട്, പിന്നെ ഡിസ്കൗണ്ട്, ബാഡ് ഡെപ്റ്റ്, അതുപോലെ ക്ലോസിംഗ് ബാലൻസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡെറ്റേഴ്സിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. ഇനി ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടില്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ക്ലോസിംഗ് വാല്യൂ ആയിരിക്കും. ഓക്കെ, ഇനി ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിൽ നമുക്ക് കാണിക്കാനുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന ഡിസ്കൗണ്ട്, ബാഡ് ഡെപ്റ്റ്, അതാണ് 400, 600, 1000. പിന്നെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന റെൻറ്റ്, റേറ്റ്, ടാക്സ്, അതുപോലെ ഓഫീസ് എക്സ്പെൻസുകൾ. ഓക്കെ, ഇത്രയാണ് ഡെബിറ്റ് സൈഡിൽ ബ്രാഞ്ച് എക്സ്പെൻസ് എന്ന് പറഞ്ഞ് കാണിക്കേണ്ടത്. ഇത് ടോട്ടൽ ചെയ്ത സമയത്ത് നമുക്ക് എത്ര എമൗണ്ടാണ് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്നുള്ളത് കിട്ടിയിട്ടുണ്ടാവും. ലാസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ കിട്ടിയിരിക്കുന്ന ഗ്രോസ് പ്രോഫിറ്റ് ആയിട്ടുള്ള 11,040 വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ദെൻ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന എക്സ്പെൻസ് 3,400 അത് ബ്രാഞ്ച് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. പിന്നെ സർപ്ലസ് ഓഫ് സ്റ്റോക്ക് 2,400 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കോസ്റ്റ് പ്രൈസ് ആയിട്ടുള്ള 1,920, അതായത് അതിൻ്റെ ലോട്ട് പ്രൈസ് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട് 480 ആണെന്നുള്ളത്. അപ്പോൾ ടോട്ടൽ 2,400-ൽ 480 പോയാൽ ബാക്കി വരുന്നതായിരിക്കും ഇതിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ കാണിക്കാം. ഓക്കെ, നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഡിഫക്റ്റീവ് ഗുഡ്സിൻ്റെത് കാണിച്ചതുപോലെ തന്നെ ഇതിൻ്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണെന്നുള്ളത് മാത്രം. ഡിഫക്റ്റീവ് ഗുഡ്സ്, ഷോർട്ടേജ് ഓഫ് സ്റ്റോക്ക് ഓർ സർപ്ലസ് ഓഫ് സ്റ്റോക്ക്, ഈ 3 കാര്യങ്ങളുടെയും കോസ്റ്റ് പ്രൈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ അതാത് സൈഡിൽ കാണിക്കേണ്ടതുണ്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ട് എത്രയാണെന്നുള്ളത് കിട്ടും. ഓക്കെ, ഇതാണ് ഒരു സ്റ്റോക്ക് ആൻഡ് ഡെറ്റർ സിസ്റ്റത്തിൽ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഇനി ഒറ്റ കാര്യം കൂടെ പറയാം. ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച്, നമ്മൾ 3 പറഞ്ഞിട്ടുള്ളത് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചാണ്.
ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചിന് എന്താണെന്നുള്ളത് മാത്രം നമുക്കൊന്ന് നോക്കാം. ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ഡിപെൻഡൻറ്റ് ബ്രാഞ്ച്. ഇൻഡിപെൻഡൻ്റ്ലി അതിൻ്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ബ്രാഞ്ചാണ്. അതേസമയം അത് ഹെഡ് ഓഫീസിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇതിന് കുറച്ചും കൂടെ ഒരു എന്ത് കിട്ടുന്നുണ്ട്, ഫ്രീഡം ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ഒരു ബ്രാഞ്ച് അതിൻ്റേതായിട്ടുള്ളൊരു ബുക്സ് ഓഫ് അക്കൗണ്ട് കീപ്പ് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. ബ്രാഞ്ച് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് വേണ്ട ഗുഡ്സൊക്കെ ഹെഡ് ഓഫീസിൽ നിന്ന് റിസീവ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് അവർക്ക് അതായത് അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ എക്സ്ട്രാ വാങ്ങിക്കുന്നുമുണ്ട്. ഇനി അവർക്ക് അന്നന്ന് കിട്ടുന്ന ക്യാഷ് മറ്റേ ഡിപെൻഡൻറ്റ് ബ്രാഞ്ച് ആണെങ്കിൽ അതാത് ദിവസം തന്നെ ഹെഡ് ഓഫീസിലേക്ക് അയക്കേണ്ടതുണ്ട്. പക്ഷേ എന്ത് ചെയ്യുന്നില്ല, ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് ആവുന്ന സമയത്ത് ഡെയിലി ബേസിസിലൊന്നും അയക്കുന്നില്ല. അവർ സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് കീപ്പ് ചെയ്ത് വെക്കുക മാത്രമാണ് ചെയ്യുന്നത്. അവർക്ക് അത്യാവശ്യത്തിനുള്ള ക്യാഷും കാര്യങ്ങളൊക്കെ അത് യൂസ് ചെയ്തിട്ട് തന്നെ അവർ ചെയ്യുന്നുണ്ട്. മറ്റേതാണെന്നുണ്ടെങ്കിൽ ഡിപെൻഡൻറ്റ് ബ്രാഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഹെഡ് ഓഫീസ് പൈസ അയച്ചാൽ മാത്രമേ അവർക്കുള്ള എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഹെഡ് ഓഫീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഡെയിലി ആക്ടിവിറ്റീസിൽ ഇൻ്റർഫിയർ ചെയ്യുന്നില്ല. ജസ്റ്റ് എന്തൊക്കെയാണ് ഈ ഒരു ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ബ്രോഡ് ഗൈഡ് ലൈൻ കൊടുക്കുന്നു. അതിൻ്റെ ബേസിസിൽ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് ഫങ്ഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ബ്രാഞ്ച് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഹെഡ് ഓഫീസിനായിട്ടുള്ള ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ഹെഡ് ഓഫീസ് അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ബ്രാഞ്ചിനായിട്ടുള്ളൊരു അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അറ്റ് ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് പീരീഡ് ഇവർ ഈ രണ്ട് ബുക്സ് ഓഫ് അക്കൗണ്ടും തമ്മിൽ അല്ലെങ്കിൽ ഇവരുടെ രണ്ട് പേരുടെയും ട്രയൽ ബാലൻസുകൾ തമ്മിൽ റീകൺസീൽ ചെയ്ത് നോക്കും. എന്തെങ്കിലും മിസ്മാച്ചസ് ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും മിസ്മാച്ചസ് ഉണ്ടെങ്കിൽ അവർ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് വരുത്തിക്കൊണ്ട് അത് ക്ലിയർ ചെയ്യും. ആഫ്റ്റർ ദാറ്റ് രണ്ട് ബുക്കും കൂടെ അവരെന്ത് ചെയ്യുന്നുണ്ട്, കൺസോളിഡേറ്റ് ചെയ്ത് ഒറ്റ ബുക്കാക്കി മാറ്റുന്നുണ്ട്. പിന്നെ ഹെഡ് ഓഫീസിൻ്റെത് ബ്രാഞ്ചിൻ്റെന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ടിൻ്റെ ആവശ്യമില്ല. രണ്ടും കൂടെ കൺസോളിഡേറ്റ് ചെയ്ത് ഒറ്റ ഒന്നാക്കും. അതിന് നമ്മൾ ഇൻകോപ്പറേഷൻ മെത്തേഡ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തിയറി ഈ ഒരു പോർഷൻ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക, അതിൻ്റെ പ്രോബ്ലത്തിലേക്ക് എൻ്റർ ചെയ്യേണ്ട. ഡിപെൻഡൻറ്റ് ബ്രാഞ്ച് അതിൻ്റെ രണ്ട് സിസ്റ്റം, അതായത് ഡെറ്റർ സിസ്റ്റത്തിൽ കോസ്റ്റ് പ്രൈസ് മെത്തേഡും ഇൻവോയ്സ് പ്രൈസ് മെത്തേഡും അതുപോലെ സ്റ്റോക്ക് ആൻഡ് ഡെറ്റർ സിസ്റ്റം, ഇതിൽ പ്രോബ്ലം അല്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് പഠിച്ച് വയ്ക്കുക. ഓക്കെ.